പുതിയ ഗിരിജൻ്റെ സ്ഥാപനം തുറന്ന് ആരാ തുറന്നതെന്ന് അറിയണ്ടേ? മകനും മരുമകളും കലക്കില്ലേ, നല്ല അടിപൊളിയായിട്ട് സ്ഥാപനം മുന്നോട്ട് പോകട്ടെ. മുമ്പ് ഇവിടെ നടന്ന കഥ വീടിൻ്റെ ഓണർ പറയുന്നുണ്ടോ എന്ന് കേട്ടോക്കെ. ഞാനിവിടെ വരും. ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല. ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാത്സംഗം ചെയ്യുന്നതാണ്. ചേച്ചി നേരിട്ട് ഞാൻ കണ്ടോണ്ട് വരുന്നത്. പക്ഷെ ഞാനിത് അവരോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് അംഗീകരിക്കത്തില്ല. ഞാൻ കാണുകയും കഥവ് തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത്. ഇവിടുത്തെ അന്തേവാസി 35 വയസ്സ് വല്ല ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു അന്തേവാസിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ആ കഥവ് ചാരി. അതുപോലെ ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം. കാരണം വെച്ചാൽ ഈ വീട്ടിനകത്ത് ഇത് നടന്നല്ലോ. ഞാൻ പെട്ടെന്ന് ഇറങ്ങി പേടിച്ചു വെച്ചാൽ ഈ സംഭവം ഉണ്ടായും കൊണ്ട് ഞങ്ങൾ അവിടെ പറയുന്നത് പോലീസുകാർക്ക് കേൾക്കാൻ മനസ്സില്ലായിരുന്നു. അവര് പറയുന്നത് നിങ്ങളും ഉണ്ടായി അവര് പറയട്ടെ എന്ന് പറയും. ഇവർക്ക് ഒരുപാട് പിടിപാടുണ്ട്. ഇഷ്ടം രാഷ്ട്രീയക്കാർ തന്നെ പിടിപാടുണ്ട്. പിന്നെ അങ്ങനെ മെമ്പർമാര് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം അവരുടെ കൈയാണ്. 2ാം വാർഡിലല്ല 4ാം വാർഡിലെ മെമ്പർ. MLA ഇല്ലാത്ത പരിപാടിയില്ലായിരുന്നു. ചിറ്റയൻകുമാർ, ഗണേഷ് കുമാർ, ഇവരൊക്കെ അതെ. ഇപ്പൊ എല്ലാം നേരത്തെ അവരാരും ഇല്ലാത്ത പരിപാടി ഇല്ല. പിന്നെ രാജീവ്, അങ്ങനെ കുറെ വമ്പന്മാര് ഇവരുടെ കയ്യിലുണ്ട്. അപ്പം നമ്മളൊക്കെ ഒന്നും പറഞ്ഞാല് കേസ് അവിടെ ഇല്ല. അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട്. ആ പരാതിയൊക്കെ പോട്ടെ. കാര്യം അവള് ഗണേഷ് കുമാറും ചിറ്റകുമാറും അല്ലേ ഇവിടെ കിടക്കുന്നത്. ശരി, വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു. ഞാൻ പറയാം, നീ അനുഭവിക്കും. ബ്രാഹ്മണ ഒരില കൊണ്ടുപോയാൽ അവൻ അനുഭവിച്ചിട്ടുണ്ടോ അനുഭവിക്കും. അങ്ങനെ അനുഭവിച്ചോണ്ടിരിക്കുക. ഇതാണ് സംഭവം. അപ്പം ചിറ്റവും ഈ ഗണേഷ് കുമാറുമാണ് ഇവരെ സംരക്ഷിക്കുന്നത്. ഇത് കണ്ട് ചേച്ചിയോട് പേടിച്ച് പോയാലോ? ഇതിന്റെ പിന്നെ നടക്കുന്ന ആൾക്കാരെ കേട്ടില്ലേ? അത്രയും നല്ല അനാഥാലയല്ലേ. അപ്പൊ തുറക്കാൻ ഞാൻ പറ്റൂലല്ലോ. അപ്പൊ മോളും മരുവനാണ് തുറന്ന്. അല്ല, ഞാൻ പറ്റൂലല്ലോ, കൂട്ടിക്കിടക്കല്ലേ.